ഈ വ്യക്തി ആ ജോലി ചെയ്ത സ്ത്രീക്ക് കൊടുത്തതായിട്ട് ഇവർക്ക് മനസ്സിലായി. കട്ടിലേന്നൊന്ന് എഴുന്നേക്കാൻ വയ്യാത്ത ആ മനുഷ്യനും ഈ വേലക്കാരും തമ്മിൽ ഒരു അവിഹിത ബന്ധമുണ്ടെന്ന് വരെ ഈ മക്കൾ ഈ മക്കളുടെ ഈ വൃത്തികേട് അപ്പൻ നേരത്തെ കണ്ടായിരിക്കും. അയാൾ കൃത്യമായ രീതിയിൽ വിൽപത്രം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അയാൾ എഴുതിയതിനകത്ത് അദ്ദേഹം പറഞ്ഞു, 10 ദിവസം പോലും തികച്ച് എൻ്റെ കൂടെ നിൽക്കാൻ താല്പര്യമില്ലാത്ത മക്കൾക്ക് 1 രൂപ പോലും തരാൻ അവകാശമില്ല, എനിക്ക് താല്പര്യമില്ല. പക്ഷേ പിന്നെ നിങ്ങളൊക്കെ എൻ്റെ മക്കളായതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് തരുവാണെന്നുള്ള രീതിയിൽ അയാളുടെ ലെറ്റർ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ എഴുതി വെച്ചിട്ടുണ്ട്, എൻ്റെ കൂടെ ഇത്രയും വർഷം എൻ്റെ കൂടെ നിന്ന് എന്നെ ശുശ്രൂഷിച്ച് പരിപാലിച്ച ആ ഒരു സ്ത്രീക്ക് നല്ല ജീവിതം ഉണ്ടാകാനായിട്ട് ഞാൻ ഇത്ര രൂപ കൊടുക്കുന്നു. ബാക്കി വിൽപ്പത്രത്തിൽ എഴുതിയിട്ടുണ്ട് കൃത്യമായിട്ടുള്ള സ്വത്തും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വീതിച്ചിരിക്കുന്ന ആൾക്കാർക്കെന്ന്. എനിക്കത് കേട്ടപ്പോൾ എനിക്കതിൽ തെറ്റും തോന്നിയില്ല. കാരണം നമ്മൾ ഇന്നത്തെ ഒരു ആൾക്കാരൊക്കെ ഒരു വിഷയം പറഞ്ഞാൽ മക്കളെ പഠിപ്പിച്ച് വലിയ നില എത്തിക്കും, അല്ലെ ഇന്ന രാജ്യത്തൊക്കെ പോയിക്കോളാൻ പറയും. പക്ഷേ ഇവരെ ഒന്ന് കാണാനോ ഇവരുടെ കൊച്ചുമക്കളെ ഒന്ന് കാണാനോ പലപ്പോഴും നാട്ടിലുള്ള പേരൻസിനൊരു അവകാശവും കാണത്തില്ല. ചിലപ്പോൾ 2, 3, 5 വർഷമായിട്ട് നാട്ടിലോട്ടൊന്ന് വരാൻ പോലും പറ്റാത്ത ആൾക്കാരുണ്ട്. ചോദിക്കുമ്പോൾ 100,000 എക്സ്ക്യൂസസ് ആണ്. ലോകത്തെങ്ങും ഇല്ലാത്ത കുറേ നിയമങ്ങളും ലോകത്തെങ്ങും ഇല്ലാത്ത കുറേ പ്രശ്നങ്ങളെ പറ്റി ഇവർ പറയും. അതങ്ങനെയാണ്, അതിങ്ങനെയാണ്, ഇതിങ്ങനെ കിട്ടുന്നു, അങ്ങനെ കിട്ടുന്നു, ആ പേപ്പർ ശരിയായില്ല, ഈ പേപ്പർ ശരിയായില്ല. അതാണ് ആ മനുഷ്യൻ പറഞ്ഞത്, ഒരു 10 ദിവസം തികച്ച് എൻ്റെ കൂടെ നിൽക്കാൻ താല്പര്യമില്ലാത്ത മക്കൾക്ക് ഞാൻ എന്ത് തരാനാണ്? എൻ്റെ സ്വത്തിന് മാത്രം അവർക്ക് അവകാശമുണ്ട്, പക്ഷേ മക്കളായതുകൊണ്ട് ഞാൻ കൊടുക്കുവാണ്. ഞാൻ പറഞ്ഞേ, ചില വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ്. മക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും ഞാൻ കുറ്റം പറയല്ല, എന്നാൽ ചിലയിടത്തൊക്കെ എന്നാൽ ഈ വ്യക്തികളൊക്കെ ഇഷ്ടംപോലെ പൈസയുള്ള ആൾക്കാരാണ്. പൈസ കൂടുമ്പോഴാണല്ലോ മനുഷ്യന് ആക്രാന്തം കൂടുന്നത്. അപ്പം ഒരാൾക്ക് പോലും ഒരു പക്ഷേ സാറ്റിസ്ഫൈ ആവാൻ പറ്റത്തില്ലായിരിക്കും. എനിക്ക് എത്ര പൈസ ഉണ്ടെന്നാലും ആൾക്കാർക്ക് വീണ്ടും വീണ്ടും കിട്ടണമെന്നുള്ള ആഗ്രഹമായിരിക്കും. എനിവേ, ഞാനിത് അറിഞ്ഞപ്പോൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. താങ്ക് യു.